ഞങ്ങളോട് മോൻ പറഞ്ഞു, ഇനി ഒരു പുതിയ സ്ഥലത്തോട്ട് നമുക്ക് പോകാം, ട്രില്യൻ ലേക്ക് എന്ന് പറയുന്ന ഒരു ലേക്ക് ഉണ്ടെന്ന് പറഞ്ഞു. അപ്പം ഞാൻ സാധാരണ ഈ ലേക്ക് കാണുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്ത് അതുകൊണ്ടുള്ള കാര്യം എന്നുള്ള അറിഞ്ഞൂടെ. എന്നാലും അവൻ പറഞ്ഞു കഴിഞ്ഞാൽ അതിനകത്ത് കാര്യം കാണും. ഈ ട്രില്യൻ ലേക്കിലേക്ക് പോകണമെന്ന് പറഞ്ഞാൽ അതിനെന്തെങ്കിലും കാര്യം കാണും. ശരി, എന്തോ ദൂരം ഉണ്ടെന്ന് ചോദിച്ചു. ഏതാണ്ട് 1.5 മണിക്കൂർ ഡ്രൈവ് ഉണ്ട് ട്രില്യൻ ലേക്കിലേക്ക്. അത് വണ്ടി ഡ്രൈവ് ചെയ്തിട്ട് കാർ ഡ്രൈവ് ചെയ്ത് 1.5 മണിക്കൂറോളം യാത്ര ചെയ്യണം. അപ്പോൾ ഞങ്ങൾ നേരെ റെഡിയായി നേരെ ഈ ട്രില്യൻ ലേക്കിലേക്ക് പോകാനായിട്ട് ഉള്ള യാത്രയിലായിരുന്നു. ഏതാണ്ട് 1.5 മണിക്കൂർ ഡ്രൈവ് ചെയ്തിട്ട് നോക്കിയപ്പോൾ അത് അങ്ങോട്ട് ഇങ്ങനെ പോകുമ്പോൾ ആ വഴിക്ക് അത് മാത്രമല്ല, അവിടെ മൗണ്ട് ഹുഡ് എന്ന് പറയുന്ന, അതായത് ഒരു കൊടുമുടിയുണ്ട്. ആ കൊടുമുടിയിൽ അതിൻ്റെ ഹുഡ്, അതിൻ്റെ അങ്ങേയറ്റം അതിൻ്റെ തല, അത് മുഴുവൻ കാണാൻ നമുക്ക് ഭാഗ്യമുണ്ടെങ്കിൽ അത് കാണാമെന്ന് പറഞ്ഞു. ഇവിടുന്ന് മൂടിക്കെട്ടി അന്തരീക്ഷത്തിൽ ഞങ്ങൾ ഇറങ്ങിയെങ്കിലും അല്പം കഴിഞ്ഞപ്പം നല്ല വെയിൽ വന്നു കേട്ടോ. അപ്പോൾ അവൻ പറഞ്ഞു ഇത് നമുക്ക് കാണാൻ പറ്റുമെന്ന്. അങ്ങനെ അങ്ങോട്ട് പോകുമ്പോൾ നല്ല വിശാലമായ പാത, സൈഡിൽ മുഴുവൻ ഒരേ രീതിയിലുള്ള മരങ്ങൾ. അത് നമ്മളൊരു പെയിൻറ്റിങ് നടത്തിയാൽ അതിനകത്ത് എങ്ങനെ വരച്ചു വെക്കും അതേപോലാണ് ഈ മരങ്ങൾ ഇങ്ങനെ ആ മലകളുടെ ചരിവിൽ ഇങ്ങനെ നിൽക്കുന്നത്. റോഡ് സൈഡാണ്, അതിനകത്തൂടെ ഈ പാത, വലിയ വലിയ വിശാലമായ റോഡ്. ഞങ്ങൾ ഇങ്ങനെ അതിലെ പാഞ്ഞു പോകാം യഥാർത്ഥം. അങ്ങനെ ഞങ്ങൾ പോയിക്കൊണ്ടിരുന്നപ്പോൾ ആ കാണുന്ന ഒരു കാഴ്ച എന്ന് പറഞ്ഞാൽ, നമ്മൾ നോക്കുമ്പോൾ ഒരു ഇടനാഴിയിൽ നിന്ന് കാണുന്നത് മാതിരി ഞങ്ങളുടെ മുമ്പിൽ അതാ ഈ ഹുഡ്, മൗണ്ടൻ ഹുഡ് അങ്ങനെ തെളിഞ്ഞു വരുന്നു. നോക്കുമ്പോൾ അതിലെ ഐസ് മൂടിക്കിടക്കുകയാണ്, അത് പല ഭാഗങ്ങളും. അത് അതേപോലെ നമുക്ക് കാണാം. പിന്നെ അവിടെ വണ്ടി നിർത്താൻ പറ്റുന്നതുകൊണ്ട് നിർത്തി അതിൻ്റെ ചിത്രമൊന്നും എടുക്കാൻ പറ്റിയില്ല. പക്ഷേ നിർത്താതെ തന്നെ കാറിലിരുന്നുകൊണ്ട് അത് ചിത്രീകരിക്കാൻ പറ്റി. നല്ലൊരു കാഴ്ചയാണ്, നല്ല കാഴ്ചയാണത്, കാണേണ്ട കാഴ്ചയാണ്. അങ്ങനെ ഞങ്ങൾ ഈ മൗണ്ട് ഹുഡിനെ ലക്ഷ്യമാക്കിയാണ് പോകുന്നതെങ്കിലും നേരെ ട്രില്യൻ ലേക്കിലേക്കോട്ടാണ് പോകുന്നത്. അവിടെ ചെല്ലുമ്പോൾ ഈ മൗണ്ട് ഹുഡിൻ്റെ ഒരു ഭാഗം ആ ട്രില്യൻ ലേക്കിൻ്റെ അവിടെയും കാണാൻ പറ്റും. അങ്ങനെ ഞങ്ങൾ അങ്ങോട്ട് പോയി കഴിഞ്ഞപ്പോൾ അവിടെ വരെ നോക്കുമ്പോൾ വലിയ ഹെവി ട്രാഫിക്കൊന്നുമില്ല. പക്ഷെ ആ ഭാഗത്തോട്ട് ഈ ലേക്കിനടുത്ത് ചെന്നപ്പോൾ ധാരാളം കാറുകളാണ് നമ്മൾ കാണുന്നത്. അപ്പോൾ അങ്ങോട്ട് ചെല്ലുന്നതിന് ഏതാണ്ട് 1 കിലോമീറ്ററോളം, അതായത് ഒരു 3/4 മൈലിന് മുമ്പായിട്ട് അവിടെ ഒരു ചെക്ക് പോസ്റ്റ് ഉണ്ട് കേട്ടോ. ഇവരുടെ ഗവൺമെൻറ്റിനാണ്, അവിടെ ആളുകളൊക്കെ നിൽപ്പുണ്ട്. ആ ചെക്ക് പോസ്റ്റിൽ ഒരു കാറ് നമ്മൾ അതിലേ പാസ് ചെയ്ത് അങ്ങോട്ട് പോകുന്നതിന് അവർ ഒരു ഡേ പാസ്സാണ്, ഒരു ദിവസത്തേക്ക് കൊടുക്കുന്ന പാസ് $10 വാങ്ങുന്നത്. അങ്ങനെ എത്ര കാറുകളാണ് വരുന്നതെന്നറിയോ? 1000കണക്കിന് കാറുകൾ അവിടെ വരും. അപ്പം ടൂറിസത്തിൻ്റെ അനന്ത സാധ്യതകൾ ഇവർ പ്രയോജനപ്പെടുന്നത് കണ്ടു. ഒരു ലേക്ക് കാണുകയാണ്, പക്ഷേ അതിൻ്റെ വശങ്ങളും ഒക്കെ നല്ല വൃത്തിയായിട്ട് നീറ്റായിട്ട് സംരക്ഷിച്ചിട്ടുണ്ട്. ആ ലേക്കിലേക്ക് പോകുമ്പോൾ അതിന് മുമ്പായിട്ടാണ് നമ്മൾ ഈ കാണുന്ന കാഴ്ചകളും ഒക്കെ കണ്ടുകൊണ്ട് ചെല്ലുമ്പോൾ അതിന് നമുക്ക് ആകെ കൊടുക്കേണ്ടത് ഒരു $10 മാത്രമേ ഉള്ളൂ. ഒരു കാറിന്, ഒരാൾക്കല്ല $10, ആ വെഹിക്കിളിന് ഒരു $10 കൊടുക്കണം. അത് കഴിഞ്ഞ് ഞങ്ങൾ അങ്ങോട്ട് മുമ്പോട്ട് പോയി. ഈ ലേക്കിൻ്റെ സമീപത്ത് തന്നെ ഞങ്ങൾക്ക് പാർക്കിങ്ങും കിട്ടി. അത് കഴിഞ്ഞ് നോക്കിയപ്പോഴാണ് ഈ ലേക്ക് കാണുന്നത് കേട്ടോ. അത് ഒരു നല്ല കാഴ്ച. ധാരാളം ആളുകൾ, ഒരുപാട് പേര് അതിൽ നീന്തുന്നു, ഒരുപാട് പേര് അതിൽ ഈ ബോട്ട് പോലുള്ള ഈ സാധാരണ വള്ളം ഉണ്ടല്ലോ, ഇരുന്ന് 2 സൈഡിലുമായിട്ട് ഇരുന്ന് തുഴയുന്ന രീതിയിലുള്ള അത് തുഴഞ്ഞുകൊണ്ട് പോകുന്നു. പിന്നെ ഈ ബോർഡിനകത്ത് തന്നെ കയറി നമുക്ക് കടലിലൊക്കെ ഈ സ്വിം ചെയ്യാനായിട്ട് ആളുകൾ ഈ തിരയിലെ കൂടെ പോകുന്ന ആ ബോർഡുണ്ടല്ലോ, ഇതുമെല്ലാം കൊണ്ടുവന്നേക്കുക. ഇത് നോക്കുമ്പോൾ എന്താണെന്നറിയോ, ഓരോ വാഹനങ്ങളിൽ നിന്ന് ഒരുപാട് പേര് ഇത് എടുത്തിറക്കുകയാണ്. പ്രായം കൂടി, അതായത് യഥാർത്ഥ ഒരു 85 വയസ്സിന് മേളിലുള്ള ഒരു വല്യമ്മ, അവർ ഈ ബോർഡും എടുത്തിറക്കുന്നു. അവർ ഇതും കൊണ്ട് നടക്കുന്നവരാണ്. എന്നിട്ട് ഇതിനകത്ത് ഈ മറ്റേ ബോട്ട് പോലുള്ളതിൽ ഇവർ ഇതിൽ കാറ്റ് നിറയ്ക്കും. അത് ആ റോഡിൻ്റെ സൈഡിൽ തന്നെ അവർ കയ്യിൽ എൻജിൻ മെഷീനൊക്കെ ഉണ്ട്. റോഡ് സൈഡിൽ വെച്ച് കാറ്റ് തുറന്നു വിട്ട്, ചിലർ തിരിച്ചു പോകുന്നവർ കാറ്റും തുറന്നു വിട്ടിട്ട് പോകുന്നു, ചിലർ കാറ്റ് അവിടെ വെച്ച് നിറയ്ക്കുന്നു. അത് കഴിഞ്ഞ് ഞങ്ങൾ നേരെ ഇതെല്ലാം കണ്ടിട്ട്, ഈ കാഴ്ചകളും കണ്ട് നേരെ ഞാൻ നോക്കുമ്പോൾ എന്താണെന്നറിയാം, ഇടതുവശം വനത്തിലേക്കും, അവിടെ നല്ല ഘോര വനമാണ് 2 സൈഡും, ഈ ലേക്കിൻ്റെ അടുത്ത് വരെയും. അത് കഴിഞ്ഞ് ലേക്കിൻ്റെ മറുകരയും അവിടെയും വനമാണ്, ചുറ്റും വനമാണ്. അപ്പോൾ ഈ നോക്കുമ്പോൾ എന്താണെന്നറിയാം, ഈ വനത്തിൽ അവിടെയും ബോർഡ് എഴുതി വെച്ചിട്ടുണ്ട് കേട്ടോ, റെസ്റ്റ് റൂം. നോക്കുമ്പോൾ ആണുങ്ങൾക്കും പെണ്ണുങ്ങൾക്കുമായിട്ട് പ്രത്യേകം റെസ്റ്റ് റൂമുകൾ അവിടെയുണ്ട്. അപ്പോൾ അത് നോക്കണം, കാരണം വനത്തിലാണ്.
യഥാർത്ഥ ഈ പ്രാഥമിക കൃത്യങ്ങൾ നമ്മുടെ നാട്ടിലാണെങ്കിൽ എന്ത് സംഭവിക്കുന്നതെന്ന് ആലോചിച്ച് നോക്കിക്കോളൂ. എല്ലാവരും അവിടെ കണ്ടു കഴിഞ്ഞാൽ അവിടെ ഇവിടെ എല്ലാം നിന്നും ആളുകൾ മൂത്രം ഒഴിക്കുന്നതേ നമുക്ക് കാണാൻ പറ്റുള്ളൂ. ഇവിടെ ആരും ആ പണിയൊന്നും ചെയ്തില്ല. അവിടെ വനത്തിനകത്ത് ഈ സംഭവമുണ്ട്. ഇത് കഴിഞ്ഞ് ഞങ്ങൾ നേരെ ഈ ലേക്കിൻ്റെ ഒരു വശത്തൂടെ ആ റോഡിലൂടെ ആദ്യം അങ്ങോട്ട് പോയി. എന്നിട്ട് ലേക്കിൻ്റെ അടുത്തുള്ള ഒരു പാതയോരമുണ്ട്. റോഡും ഈ ലേക്കുമായിട്ട് വേർതിരിക്കുന്നിടത്ത് നല്ല നല്ല ലെവലായിട്ട് ഇട്ടേക്കുന്ന ഒരു പാതയാണ്. ആ പാതയിലൂടെ മോൻ പറഞ്ഞു അതിലേക്കൂടെ നമുക്ക് ചുറ്റി ലേക്കിന് ചുറ്റും നടന്ന് തിരികെ വരാൻ പറ്റും എന്ന് പറഞ്ഞു. അങ്ങനെ നടക്കണം എന്ന് പറഞ്ഞു. മോശമൊന്നുമല്ല, ഒരു 6 കിലോമീറ്റർ ദൂരമുണ്ട് ഇങ്ങനെ കറങ്ങി വരാൻ ലേക്കിന് ചുറ്റും. ഞങ്ങൾ നടന്നു. പക്ഷേ അത് നമ്മളവിടെ ക്ഷീണമൊന്നും അറിയത്തില്ല. എന്നിട്ട് ഈ ലേക്കിൻ്റെ കുറച്ചങ്ങോട്ട് നടന്നു കഴിഞ്ഞാൽ ഉടനെ വനത്തിലേക്ക് അങ്ങ് പ്രവേശിക്കുകയാണ്. വനത്തിനകത്തൂടാണ് ഈ പാതയുള്ളത്. അപ്പോൾ ആ പാതയൂടെ നടക്കുമ്പോൾ കണ്ട ഒരുപാട് പേര് ഞങ്ങളുടെ മുമ്പേ നടക്കുന്നുണ്ട്. മിക്കവാറും ആളുകളുടെ കയ്യിൽ നായകളുണ്ട് കൊണ്ട് നടക്കാൻ. പ്രത്യേകിച്ച് പെൺകുട്ടികൾ ഈ നായയെ കൊണ്ടാണ് പലരും വരുന്നത്. നായകളെയും കൊണ്ട് വരുന്ന പെൺകുട്ടികളുണ്ട്. അവർ കൂട്ടമായിട്ട് വരും, ഒറ്റയ്ക്ക് വരും, ഒക്കെ നടക്കും. പിന്നെ പുരുഷന്മാർ ഒരുപാട് പേര് അതിലേക്കൂടെ നടക്കുന്നവർ ഷർട്ട് പോലും ധരിച്ചിട്ടില്ല. അങ്ങനെയുള്ള ആളുകളും ഉണ്ട്. അവർ ഈ അത് ഒന്നുമില്ല, എല്ലാവരും നമ്മളെ കണ്ട് വിഷ് ചെയ്തിട്ടേ അവർ പോവുള്ളൂ. അങ്ങനെ അങ്ങോട്ട് നടക്കുമ്പോൾ 2 സൈഡിലും കാണുന്നത് വനത്തിനകത്ത് ചില പ്രദേശങ്ങളിൽ വരുമ്പോൾ ക്യാമ്പിൻ്റെ സ്ഥലങ്ങൾ അവർ എഴുതി വെച്ചിട്ടുണ്ട് കേട്ടോ. അവിടെ ഗവൺമെൻറ് തന്നെ ബോർഡ് വെച്ചേക്കുന്നതാണ്. നോക്കുമ്പോൾ എന്താണെന്നറിയോ, അത് ആദ്യം എനിക്ക് മനസ്സിലായില്ല എന്താണെന്ന്. പിന്നെ അത് പിടികിട്ടി. നോക്കിയപ്പോൾ ചില വലിയ ടെൻറ്റുകൾ വനത്തിനകത്ത് അടിച്ചേക്കാണ്. അത് ഈ മരം മറിഞ്ഞ് വീഴാത്ത സ്ഥലങ്ങൾ നോക്കി അവർ ടെൻറ്റുകൾ അവിടെ അടിക്കാം, അതിനുള്ള സ്ഥലം ഗവൺമെൻറ് തന്നെ കൊടുത്തിട്ടുണ്ട്. അവിടുത്തെ അടിക്കാടൊക്കെ നീക്കി നല്ല വൃത്തിയാണ്, അതൊക്കെ റെഡിയാക്കി വൃത്തിയാക്കി ഗവൺമെൻറ് തന്നെ പ്രൊവൈഡ് ചെയ്യും. എന്നിട്ട് ഇത് 2 വശങ്ങളിലും നമുക്ക് ഈ വഴിയിൽ നിന്ന് കുറച്ചങ്ങോട്ട് മാറി വഴിയോട് ചേർന്നല്ലത് ഈ ടെൻറ്റുകൾ. ചിലർ ചെറിയ കുഞ്ഞു ടെൻറ്റ് അത് ഒറ്റയ്ക്ക് കിടക്കുന്നതാണ് അതിനകത്ത്. അങ്ങനെയുള്ള ടെൻറ്റുകൾ, ചിലത് വലിയ ടെൻറ്റുകൾ, അതിൽ ഒരു 10 പേർക്കൊക്കെ താമസിക്കാവുന്ന ടെൻറ്റുകൾ. ആ രീതിയിലുള്ള ടെൻറ്റുകൾ ആളുകൾ അടിച്ചിട്ടുണ്ട്. അതിൻ്റെ കാര്യം എന്താണെന്ന്, ഈ സമ്മർ എന്ന് പറയുന്നത് ഇവിടെ ഒരു ആഘോഷമാണ്. വിൻ്റർ എന്ന് പറയുമ്പോൾ ഇവിടെ വളരെ മൂടിയാണ് ആളുകൾ. വിൻ്ററിൽ ആളുകൾക്ക് ഡിപ്രഷൻ പോലും ഉണ്ടാവാറുണ്ട് ഇവിടെ. കാരണം ഈ മൂടിക്കെട്ടിയ അന്തരീക്ഷം ആകെപ്പാടെ ഒരു മൂടലാണ് മുഴുവൻ. അപ്പോൾ ആ മൂടിക്കെട്ടിയ അന്തരീക്ഷത്തിലൂടെ ഇങ്ങനെ അപ്പോൾ ഞങ്ങൾ നോക്കുമ്പോൾ അന്നേരം നല്ല വെയിലായതുകൊണ്ട് അത് പ്രശ്നമല്ല. പക്ഷേ ഈ പാതയിൽ കൂടെ, ഈ കാനന പാതയിലൂടെ നമ്മൾ നടക്കുമ്പോൾ ഒരു ശകലം വെയിൽ നമ്മുടെ ദേഹത്ത് അടിക്കത്തില്ല. കാരണം അത്ര ഇടതൂർന്ന മരങ്ങൾ ഇഷ്ടംമാതിരി നിൽക്കുക. മുഴുവൻ മരങ്ങളും കൂടുതലും ഈ പൈൻ വർഗത്തിൽപ്പെടുന്ന മരങ്ങളാണ്. അല്ലാത്ത മരങ്ങൾ വളരെ കുറവാണ്, ഇല്ല എന്നുള്ളതല്ല, ഉണ്ട്. പക്ഷേ ആ മരങ്ങളുടെ ഇടയിലൂടെ ഇങ്ങനെ നടക്കാം. ഞങ്ങൾ ഇങ്ങനെ നടന്നു ആ വഴിയിലൂടെ. അപ്പോൾ നടന്നു പോയപ്പോൾ ചില സ്ഥലങ്ങളിൽ ചെറിയ പാലങ്ങൾ ഉണ്ട്. ആ പാലം എന്നൊക്കെ പറയുന്നത് പാലം ചെറുതല്ല, യഥാർത്ഥത്തിൽ ഒരു 100 മീറ്ററൊക്കെ നീളത്തിൽ നല്ല പലക അങ്ങോട്ട് അടിച്ചിട്ട് സൈഡിൽ നല്ല കൈവരി ഒക്കെ, അതായത് മുഴുവൻ തടിയാണ്. അത് ഈ പൈൻ്റെ തടി കൊണ്ടാണ് ഇതൊക്കെ നിർമ്മിച്ചേക്കുന്നത്. അതിൻ്റെ തൂണുകൾ പോലും അതാണ്. അത് ഒരുപാട് നാൾ നിൽക്കും. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ഇലക്ട്രിക് ലൈനുകൾ, ഈ വലിച്ചേക്കുന്ന ലൈനുകൾ മിക്കതും ഉപയോഗിച്ചേക്കുന്നത് ഇവിടെ എല്ലാം ഉപയോഗിച്ചേക്കുന്നത് ഈ വനത്തിനകത്ത്. ഇവിടെ ഇലക്ട്രിക് ലൈനൊന്നുമില്ല, അത് നാച്ചുറൽ ഫോറസ്റ്റായിട്ട് അവർ പ്രിസർവ് ചെയ്യാണ്. ഈ സൈഡിലുള്ള റോഡ് സൈഡിലുള്ള ഈ പോസ്റ്റുകൾ, ഇലക്ട്രിക് പോസ്റ്റുകളില്ലേ, എല്ലാം തന്നെ ഈ പൈൻ മരങ്ങളാണ്. ആ പൈൻ മരത്തിൻ്റെ ആ തൊലി അങ്ങ് എടുത്ത് കളയും. അത് കഴിഞ്ഞിട്ട് അതിൻ്റെ വെള്ളഭാഗമുണ്ട് ആദ്യം ഉപയോഗിക്കുന്നത്, അതും അങ്ങ് കാർവ് ചെയ്ത് കളയും. പിന്നെ ഉള്ള അതിൻ്റെ കാതലാണ് അതിൻ്റെ ഉള്ളിലുള്ള ഭാഗം. അത് നല്ല ബലമുള്ള തടിയാണ്. എത്ര നാൾ നിന്നാലും ശരി. നമ്മുടെ നാട്ടിലൊക്കെ പണ്ട് തേക്ക് മരം ഉപയോഗിക്കത്തില്ലേ, തേക്കും കഴ, ഈ പോസ്റ്റിന് പേര്, അത് നിൽക്കുമല്ലോ. കാരണം തേക്ക് റെസിസ്റ്റ് ചെയ്യും എന്നത് പറഞ്ഞതുപോലെ ഈ മരങ്ങൾ ഒരുപാട് റെസിസ്റ്റ് ചെയ്യുന്നതാണ്. അതുകൊണ്ട് അതിനകത്ത് അത് ദ്രവിച്ചു പോകത്തില്ല. പിന്നെ അതിനകത്ത് ചെതിലെടുക്കത്തില്ല, അതിനകത്ത് ഉളുമ്പ് കയറത്തില്ല. കാരണം ഇതിനൊക്കെ ഈ മരത്തിൻ്റെ തന്നെ ഒരു രാസവസ്തു പോലെ അടങ്ങിയിട്ടുണ്ട്, കുന്തിരിക്കം പോലുള്ള ഒരു രാസവസ്തു. അതുകൊണ്ട് അതിന് ഇതൊന്നും, ഈ കീടങ്ങളൊന്നും ആക്രമിക്കാൻ പറ്റത്തില്ല, അതിന് കേടും വരത്തില്ല. അങ്ങനെ ഞങ്ങൾ വനത്തിലൂടെ നടന്നു.